പോലീസ് ഓഫീസറുടെ വീട്ടിൽ വിരുന്നിനെത്തുന്ന പൂമ്പാറ്റകളെ, അതൊരു വെറൈറ്റി ആണല്ലോ അല്ലേ? പൂമ്പാറ്റകളെ നമുക്കൊന്ന് കാണാം. അതെ, ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഈ സാധാരണ യെല്ലോ വൈറ്റ് മാത്രം കളറുള്ള പൂമ്പാറ്റകളുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് കുറേ നാളായി. കളറുള്ള ഒരുപാട് കളേഴ്സ് ഉള്ള പൂമ്പാറ്റകളെ കാണാറുണ്ട്. പക്ഷേ യെല്ലോ വൈറ്റ് മാത്രമുള്ള കുഞ്ഞു പൂമ്പാറ്റകൾ, അത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനെയൊന്നും അങ്ങനെ അധികം കാണാൻ ഇപ്പൊ കിട്ടാറില്ല. വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് പക്ഷെ അത് മറന്നതായിരിക്കാം. വർഷങ്ങളായി തന്നെ വിചാരിച്ചോളൂ. പ്രജംബിന്റെ എന്നേക്കാൾ ചെറുതായോണ്ട് അതൊന്നും കണ്ടിട്ടില്ല. കാസർഗോഡ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ ഹരീഷിന്റെ വീട്ടിലാണ് പൂമ്പാറ്റകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്ന ഈ കാഴ്ച. നമുക്കത് കണ്ടാസ്വദിക്കാം. ജോലിക്കിടയിലുള്ള യാത്രയിൽ കണ്ട കൗതുകമാണ് റാറ്റിൽ ബീഡ് ചെടിയെ ഹരീഷിന്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചത്. ചണ, തന്തലക്കൊട്ടി, പൂമ്പാറ്റച്ചെടി, കിലുകിലിക്കി എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. റാറ്റിൽ ബീഡ് വളർന്നതോടെ പൂമ്പാറ്റകൾ കൂട്ടത്തോടെ ഹരീഷിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തിത്തുടങ്ങി. ഡനൈൻ വിഭാഗത്തിലെ ആൺപൂമ്പാറ്റകൾക്ക് ഫിറോമോൺ ഉത്പാദിപ്പിക്കാനാവശ്യമായ മോണോക്രോട്ടാലിൻ ഈ ചെടിയുടെ ഇലയിലും തണ്ടിലുമുള്ളതാണ് പൂമ്പാറ്റകൾ കൂട്ടത്തോടെ എത്താൻ കാരണം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ നൂറുകണക്കിന് പൂമ്പാറ്റകളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. നീലക്കടുവാന്ന് ഇനത്തിൽപ്പെട്ട ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ അത് കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ ഒരു പൂച്ചെടി തിന്ന് കഴിഞ്ഞ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സെപ്റ്റംബർ മാസങ്ങളോട് കൂടിയാണ് ഈ ചെടി ഉണ്ടായി വരുന്നത്. അത് ഏകദേശം ഡിസംബറിൻ്റെ ഫസ്റ്റോടുകൂടി ചെടി നശിച്ചു പോകും. ജില്ലയിലെ കൃഷിയെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ മണ്ണിന്റെ കാവലാൾ എന്ന സംഘടനയ്ക്കും ഹരീഷ് നേതൃത്വം നൽകുന്നുണ്ട്. 24 കാസർഗോഡ്.